3 മോട്ടോർ ടാങ്കറുകളാണ് അമേരിക്കൻ സാമ്രാജ്യത്വം വെടിവെച്ച് കടലിൽ മുക്കിയിരിക്കുന്നു. അതെ, ജൂൺ 8-ാം തീയതി മോട്ടോർ ടാങ്കർ മാരിവെക്സ്, ജൂൺ 10-ാം തീയതി മോട്ടോർ ടാങ്കർ സെറ്റബെല്ലോ, ഇന്ന് മോട്ടോർ ടാങ്കർ ജൽവീർ. അങ്ങനെ 3 മോട്ടോർ ടാങ്കറുകളാണ് അമേരിക്കൻ സാമ്രാജ്യത്വം കടലിൽ മുക്കിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു അപലപനം നടത്താൻ പോലും ഇന്ത്യയിലെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറി എന്ന് പറയുന്ന നരേന്ദ്രമോദിജി തയ്യാറായിട്ടില്ല. ശക്തമായ താക്കീത്: ഞങ്ങളുടെ ജീവനക്കാരുള്ള കപ്പലുകളെ ആക്രമിക്കരുത്. അങ്ങനെ ആക്രമിച്ചാൽ അമേരിക്കയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ലാതെ. നമുക്കറിയാം, ഇപ്പോൾ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവുമാണ് അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ സംഘർഷം കടന്നിരിക്കുന്നത്. ഹോർമുസ് കടലിലേക്ക് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. നമ്മൾ വളരെ വലിയ ഊർജ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയാണ്. അമേരിക്കയുടെ ബ്ലോക്കേഡ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയുമാണ്. ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാനുള്ള കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാതെ ജനങ്ങളോട് മുണ്ടുമുറുക്കി ഉടുക്കാൻ പറയുന്ന ഒരു പ്രധാനമന്ത്രി, അതാണ് നമ്മുടെ പ്രധാനമന്ത്രി. 4399 ദിവസം പൂർത്തീകരിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് മറികടന്നു എന്ന് വീമ്പളക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ബാക്കി നിൽക്കുന്നത് പാവപ്പെട്ട ജനത്തിന് ഒരു നേരത്തെ അന്നം കിട്ടാത്ത അവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്.